ഹലോ, ഇന്ന് ഞങ്ങളുള്ളത് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ. ഇവിടേക്ക് വെറുതെ വന്നതല്ല, ഒരു ആവശ്യമുണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളൊന്ന് കാണണം. അവൾക്ക് ഹസ്ബൻഡിൻ്റെ അനിയൻ ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അവളെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഒന്നും പേടിയില്ലാത്ത ഉമ്മക്ക് എസ്കലേറ്റർ പേടിയാണ്. കുറേ നേരം കയറാൻ മടിച്ച് നിൽക്കുന്നു കേട്ടോ ഉമ്മ. പിന്നെ നിവർത്തില്ല എന്ന് കണ്ടപ്പോൾ കയറിയതാണ് കേട്ടോ ഇപ്പോൾ അത്. പിന്നെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോർ പോയി. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അവൾ വർക്ക് ചെയ്യുന്നത്. അവൾ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷോപ്പ് ഏതാണെന്ന് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരത്തെ തപ്പലിന് ശേഷം അവളെ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെല്ലണ കാര്യം അവൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ അവൾ ആകെ സർപ്രൈസ്ഡ് ആയിന്. പിന്നെ അനിയൻ അവിടുന്ന് സാൻഡിൽസും പിന്നെ ഞാൻ പെർഫ്യൂമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ അവളോട് വർത്താനം പറഞ്ഞ് പോകുന്നു കേട്ടോ. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, അവളെ ഡ്യൂട്ടി ടൈമിന് അത് ബാധിക്കും വിചാരിച്ചിട്ട് ഞങ്ങൾ അവളോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പല ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ട് കാണിട്ട് പോയത്. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ അനിയൻ്റെ അഗാധമായ വിശപ്പ് കാരണം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ മിനി പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞ പാടന്നെ ഞങ്ങളെ കൂടെ വന്നിങ്ങനെ കേട്ടോ. അതുകൊണ്ട് ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വിട്ടു കാലിക്കറ്റ് ബീച്ചിക്ക്. അവിടെ എത്തിയ പാടന്നെ ഞങ്ങളെ കണ്ണിൽ പെട്ടത് ഈ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പറയല്ലോ കൊടുത്തി. പൈനാപ്പിൾ, മാങ്ങ, പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, ഈ ഫുൾ മാങ്ങ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരും. അതൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ടേ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.